ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഈസ്റ്ററിൻ്റെ ആശംസകൾ. ഈസ്റ്ററിൽ ലഞ്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. വൈപ്പിൻ ബീച്ച് വരെയൊക്കെ ഒന്ന് പോകണം. അത് കഴിഞ്ഞ് വല്ലാർപാടത്തമ്മയുടെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. സോനയുടെ കൊളീഗ് ഉണ്ട് ഞങ്ങൾക്കിന്ന് ഗസ്റ്റായിട്ട്, ശ്രീലക്ഷ്മി. അതുപോലെ തന്നെ മമ്മയുണ്ട്, അനിയത്തിയുടെ മക്കളുണ്ട്. മമ്മ ഇതൊന്നും കണ്ടിട്ടില്ല. നമുക്കിങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ബീച്ചിൽ പോയിട്ട് നമുക്ക് കളിക്കാം കുളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേനും ഞങ്ങൾ കുറച്ച് ലേറ്റായി ഇറങ്ങിയപ്പോൾ തന്നെ. പിന്നെ കുറച്ച് ഇരുട്ടൊക്കെ ആയി, നിറച്ച് ആൾക്കാരായിരുന്നു. പിന്നെ അതല്ല, ഭയങ്കരമായിട്ട് തിര ഇങ്ങനെ എന്താ പറയുക, അതിനെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഭയങ്കര വലിയ തിരമാലകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ പിള്ളേരെ ഇറക്കാൻ തോന്നിയില്ല. കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ. പക്ഷേ ഞങ്ങൾ പിള്ളേരൊന്നും അങ്ങനെ ഇറക്കിയില്ല. ജസ്റ്റ് അവിടെ നിന്ന് ആ വൈബൊക്കെ ആസ്വദിച്ച് എന്ത് രസം എന്ന് പറയുമോ, തണുത്ത കാറ്റും. പിന്നെ നിറച്ച് പട്ടങ്ങളായിരുന്നു. പട്ടം പറത്തുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അവിടെ. അതുപോലെ കുതിര സവാരി, ഒരുപാട് ഷോപ്പുകളൊക്കെ ഇപ്പോൾ വന്നു. പണ്ടത്തെ പോലെയല്ല. ആദ്യമായിട്ട് ഞങ്ങൾ അവിടെ പോകുന്നത് സോനൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ വർക്കിന് വേണ്ടിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇതേപോലെ തന്നെ ഷൂട്ടൊക്കെ നടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇപ്പോൾ അതല്ല, മൊത്തം മാറി. ഭയങ്കര തിരക്കായി, ഒരുപാട് ഷോപ്പുകളൊക്കെ വന്നു. ശരിക്കും ഒരു ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് തന്നെ മാറി. നമ്മുടെ ചേറായി ബീച്ച്, വർക്കല ബീച്ചൊക്കെ പോലെ തന്നെ ഏകദേശം നല്ല ക്രൗഡാണ് കേട്ടോ. ഇപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ വന്ന് കണ്ട് ആസ്വദിച്ച് പോകുക, കാരണം അത്രയും രസമാണ്. അതുപോലെ പിന്നെ പറയേണ്ട കാര്യമില്ല, നമ്മുടെ വല്ലാർപാടത്തമ്മയുടെ മണ്ണിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളാണ്. എന്ത് സമാധാനം എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഇരുന്ന് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കുറച്ച് നേരം ആ കാറ്റ് കൊണ്ടൊക്കെ അവിടെ ഇരുന്ന് പോരാൻ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഉദ്ദേശത്തിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഓഗിക്കുട്ടനും കൂടി. അവളവിടെ കരഞ്ഞുകൊണ്ട് ഒരു രക്ഷയില്ല ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. പിന്നെ അവിടെ തിരിച്ച് വരുന്ന വരെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ അവളെയും കൂടെ കൂട്ടി. സ്നോബിൽ പിന്നെ അറിയാലോ, അവൾ ഇതിലൊന്നും ശ്രദ്ധിക്കുന്ന ആളല്ല. ആൾ അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. അങ്ങനെ ഞങ്ങളിതാ ഏകദേശം എത്താനായി. പക്ഷേ ഫസ്റ്റ് ഗേറ്റിൽ കൂടെ കയറാമെന്നാണ് വിചാരിച്ചത്. അവിടെ ഒടുക്കത്തെ തിരക്കാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞങ്ങളത് കണ്ട് ആൾക്കാരെ കണ്ട് അന്തം വിട്ട് കണ്ണും തള്ളി ഇങ്ങനെ ഇരുന്ന് പോയി. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇത് സെക്കൻഡ് ഗേറ്റിൻ്റെ അവിടേക്ക് ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ. അവിടെ വലിയ തിരക്ക് ഉണ്ടാവില്ല എന്നാണ് കരുതിയത്. പക്ഷേ അതേ അങ്ങ് അറ്റത്തുനിന്നേ തുടങ്ങി തിരക്ക്. നല്ല ജനക്കൂട്ടമായിരുന്നു. പിന്നെ ഇരുട്ടായിട്ട് വരികയാണ്. അപ്പോൾ ഞങ്ങൾ കരുതി ചിലപ്പോൾ ഞങ്ങളായിരിക്കും ലാസ്റ്റ് വരണേ, എല്ലാവരും പോകുന്നു. പക്ഷേ ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്തും അവിടേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായി. എന്തായാലും നമുക്ക് ആ കാഴ്ചകളിലോട്ടൊക്കെ ഒന്ന് പോകാം. നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും കണ്ട് ആസ്വദിക്കുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിൽക്കുന്നുണ്ടോ, അത് പാവം കേട്ടോ. ഞങ്ങൾ ഈ ബീച്ചിലോട്ട് പോണ സമയത്ത് കണ്ടു, തിരിച്ചു വരുമ്പോഴും അത് ഇങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. എത്ര സമയമായിട്ട് അതങ്ങ് നിൽക്കണ്ടെന്ന് അറിയില്ല. എന്തുകൊണ്ടാണ് അതിനങ്ങനെ കൊണ്ടുപോയി കെട്ടിയേക്കണത് എനിക്കറിയില്ല. എനിക്ക് കണ്ടപ്പോൾ സങ്കടം തോന്നി. ഇത്ര നേരം വെള്ളത്തിൽ നിൽക്കുക. എരുമയൊക്കെ നമ്മളങ്ങനെ വെള്ളത്തിൽ കിടക്കണ കണ്ടിട്ടുണ്ട്. പക്ഷേ പശുക്കൾക്ക് അധികം നല്ലല്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ പാവം തോന്നി. ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അതായത് നോക്കിക്കേ, ഫുള്ള് പാറകളും. അപ്പോൾ ഒരു ചേച്ചി സ്കൂട്ടറിൽ പോണ വഴിക്ക് പറയുന്നുണ്ട്, ഇത് ശരിക്കും ഒരു ഓഫ് റോഡ് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അതുപോലെ ശരിക്കും കുണ്ടും കുഴിയും നിറഞ്ഞ പോലെ അങ്ങനെയായിരുന്നു ആ റോഡ് ഉണ്ടായിരുന്നത്. എന്തായാലും പുറത്ത് കാറ് പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും സോന എങ്ങനെയൊക്കെയോ പിന്നെ അതിൽ കൂടെ തന്നെ എടുത്തു. ബീച്ചിനുള്ളിൽ തന്നെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തു. കാരണം ആ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ പാർക്ക് ചെയ്തിരുന്ന വണ്ടികളൊക്കെ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടായി. അപ്പോൾ പിന്നെ കുറച്ച് സ്പേസൊക്കെ അവിടെ കിട്ടി. പുറത്താണെന്നുണ്ടെങ്കിൽ നിറച്ച് വണ്ടികളായിരുന്നു. അങ്ങനെ കാർ എന്തായാലും ഞങ്ങൾ ഉള്ളിൽ തന്നെ പാർക്ക് ചെയ്തു.
ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് വെള്ളം കുടിക്കണം തോന്നി. അപ്പോൾ ആ കാണുന്ന അവിടെ ഇത് ഉള്ളിൽ തന്നെയാണ് ഡ്രിങ്ക്സൊക്കെ ഉണ്ട്, അതുപോലെ ചായ ഉണ്ട്, കാപ്പിയുണ്ട്, പിന്നെ കഴിക്കാനായിട്ടുള്ള കടികളും അതുപോലെ എല്ലാം കിട്ടുന്നൊരു സ്ഥലമാണത്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിരുന്നു. അതേ ഒരു കുതിരനെ അവിടെ അടുത്ത് നിർത്തിയിട്ടുണ്ട്. അയാൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നത് പകലൊക്കെ ചിലപ്പോൾ ഒരുപാട് പേര് ചിലപ്പോൾ കയറുന്നുണ്ടാവും. ഞങ്ങൾ ചെന്നതിന് ശേഷം ആരും അതിൽ കയറി അങ്ങനെ സവാരി ചെയ്യുന്നത് കണ്ടില്ല. പക്ഷേ ഇത് സവാരിക്ക് വേണ്ടിയിട്ട് നിർത്തിയേക്കുന്ന കുതിരയാണ് കേട്ടോ. അങ്ങനെ വല്ലാർപാടത്ത് അമ്മയുടെ അടുത്ത് വന്ന് കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിച്ച് കുറേ നേരം അവിടെ ചെലവഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ചാത്തിയാത്ത് പള്ളിയുടെയാണ് കേട്ടോ, അതുകൂടി കണ്ടോളൂ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.